നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. മീനൻ രാശിയുടെ 2026 വർഷഫലത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. മീനൻ രാശി പൂരിട്ടാതിക്കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. 2026 ശനി നിങ്ങളുടെ ജന്മത്തിലും വ്യാഴം 4, 5 എന്നീ ഭാവങ്ങളിലും രാഹു 12ാം ഭാവത്തിലും കേതു 6ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ 7 ശനിയുടെ സമയമാണ്. ശനി ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി നിങ്ങളുടെ ജാതകത്തിൽ ബലവാനല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടാം. സന്താനക്ലേശം അനുഭവിക്കും. തൊഴിൽ മാന്ദ്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാര്യങ്ങൾ നടത്താൻ കാലതാമസവും ഉണ്ടാകാം. തൊഴിൽ സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. കുട്ടികൾക്ക് എക്സാമിനുകളിൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ശനി നിങ്ങളുടെ ജാതകത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശുഭഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയവും ധൈര്യവും തൻ്റെ ഇടവും ഉന്മേഷവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജാതകം കൂടി നിങ്ങളിപ്പോൾ പരിശോധിക്കണം. എങ്കിൽ മാത്രമേ ശരിയായ ഫലം അറിയാൻ കഴിയൂ. 2026 ജൂൺ 2 വരെ വ്യാഴം നിങ്ങളുടെ 4ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാരവശാൽ വ്യാഴം 4ൽ സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല. എങ്കിലും ബലവാനായ വ്യാഴമാണെങ്കിൽ മാതാവിന് ആരോഗ്യവും സന്തോഷവും നൽകുന്നു. കൃഷി, വിദ്യാഭ്യാസം ഇവയിൽ നിന്ന് വരുമാനം വർദ്ധിക്കുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം തിരികെ ലഭിക്കുന്നു. സ്ഥാവര വസ്തുക്കൾ ലഭിക്കുന്നു. നല്ല സ്നേഹിതരെ ലഭിക്കുന്ന സമയമാണ്. എന്നാൽ ജാതകത്തിൽ വ്യാഴം ബലമില്ലാതാണ് നിൽക്കുന്നതെങ്കിൽ ഈ സമയത്തെ ഗുണഫലങ്ങൾ കുറവായിരിക്കും. 2026 ജൂൺ 2 ശേഷം വ്യാഴം നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വ്യാഴം നൽകാൻ തുടങ്ങും. സന്താന ലാഭമുണ്ടാകുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനം തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ കഴിയും. യശസ്സ് വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത കൂടുന്നു. തൊഴിലിന് നല്ല പ്രതിഫലം ലഭിക്കുന്നു. സുഖവും കാര്യവിജയവും ബന്ധുസ്നേഹവും ധനലാഭവും സ്ഥാനലാഭവും ഉണ്ടാകുന്ന സമയമാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠനത്തിന് പോകാൻ ഗവൺമെൻറ്റിൽ നിന്നും സഹായം ലഭിക്കുന്നു. 5ൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നിങ്ങളുടെ 9, 11 ജന്മം എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നു, വരുമാനം വർദ്ധിപ്പിക്കുന്നു, സർവകാര്യസിദ്ധി ഉണ്ടാക്കുന്നു. ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷം കുറയ്ക്കുന്നു. അങ്ങനെ 2026 2ാം പകുതിയിൽ വ്യാഴം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളാണ് നൽകുന്നത്. 2026 ഡിസംബർ ലാസ്റ്റ് വരെ കേതു നിങ്ങളുടെ 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളായിരിക്കും ഉണ്ടാകുക. വസ്ത്രാഭരണാദി ലാഭം, പ്രശസ്തി, ആനന്ദം, രോഗമുക്തി, പ്രശ്നങ്ങൾക്ക് പരിഹാരം, കാര്യങ്ങളിൽ വിജയം എന്നിവയാണ് കേതു നൽകുന്നത്. എന്നാൽ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ദൂരയാത്രകളെ സൂചിപ്പിക്കുന്നു. അമിതമായ ചിലവുകൾ ഉണ്ടാക്കാം. മനക്ലേശങ്ങളും പ്രവർത്തന ക്ലേശങ്ങളും സംഭവിക്കാം. വിദേശയാത്ര സമയമാണിപ്പോൾ. പൊതുവെ നിങ്ങളുടെ ഗ്രഹസ്ഥിതി നോക്കിയാൽ 2026 2ാം പകുതിയാണ് കൂടുതൽ ഗുണപ്രദം. ആദ്യ പകുതി കൂടി അനുകൂലമാക്കണം. അതിനുവേണ്ടി താഴെ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. ആദ്യമായി നാമജപം തുടരുക. വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ജപിക്കുക. മാസത്തിൽ 1 തവണയെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട് നൽകുക. വ്യാഴാഴ്ച തോറും പാൽപ്പായസവും നടത്തുക. ശനിദോഷ പരിഹാരത്തിനായി ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും ഞായറാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ പിൻവിളക്കം നടത്തുക. എല്ലാ മാസവും ആയില്യത്തിന് സർപ്പപൂജ നടത്തുക. ഇവയെല്ലാം നടത്തിയാൽ തീർച്ചയായും ഈ വർഷം നിങ്ങൾക്ക് ഒരു പ്രയാസങ്ങളും കൂടാതെ കടന്നു പോകാൻ കഴിയും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.